അമേരിക്ക ആദ്യഘട്ട ചർച്ച പരാജയം. 21 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികൾ ഇറാൻ അംഗീകരിക്കില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. അനാവശ്യ ഉപാധികളാണ് അമേരിക്കയുടേതെന്നും ഇറാനും പ്രതികരിച്ചു. And we've had a number of substantive discussions with the Iranians. That's the good news. The bad news is that we have not reached an agreement. And I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could. And they have chosen not to accept our terms. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, 21 മണിക്കൂർ നീണ്ട ചർച്ച ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അമേരിക്കയുടെ ആവശ്യങ്ങളൊന്നും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കരാർ അംഗീകരിച്ചില്ല എങ്കിൽ വലിയ രീതിയിൽ യുദ്ധം തുടരുമെന്ന് അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ടോ? പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി 21 മണിക്കൂറിലധികമായി തുടരുന്ന ചർച്ചയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലായിരുന്നു ചർച്ച മുന്നോട്ട് പോയത്. ലോകം ഉറ്റുനോക്കിയ ഒരു ചർച്ചയായിരുന്നു. കാരണം ഇപ്പോൾ കുറച്ചു നാളുകളായി തന്നെ വലിയ യുദ്ധം, അതിനെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നിന്നൊരു മോചനമുണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചെങ്കിൽ, ആ 21 മണിക്കൂർ പ്രതീക്ഷിച്ചെങ്കിൽ അത് നടക്കാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അമേരിക്ക മുന്നോട്ട് വച്ച ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ലെന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നും മടങ്ങാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായല്ല ഒരു ഇത്തരം കരാറുകൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങൾക്കെതിരായ ഉപാധികളാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ലെന്ന് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്ത്യം പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ ചർച്ച നടക്കുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം പറയുകയാണ്, യുദ്ധത്തിൽ ആദ്യം തന്നെ ഇറാൻ ജയിച്ചു കഴിഞ്ഞു, ഇനി ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ എന്തുണ്ടായാലും തങ്ങളെ ബാധിക്കില്ല എന്നായിരുന്നു അമേരിക്ക വ്യക്തമാക്കിയത്, ട്രംപ് വ്യക്തമാക്കിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു ഈ ചർച്ചയുടെ അന്തിമ ബലം എന്തായിരിക്കുമെന്ന്. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന ഇസ്രയേലിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പരാമർശം ഉണ്ടായി. തങ്ങൾ ഈ ആക്രമണവുമായി മുന്നോട്ട് പോകും. അങ്ങനെ പറയുന്ന സമയത്ത് ലെബനനിൽ ഇറാനുമായി നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ലെബനനിൽ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഇറാൻ്റെ ചെറു ഗ്രൂപ്പുകൾ, മറ്റു രാജ്യങ്ങളിലുള്ള ചെറു ഗ്രൂപ്പുകളെ നിരന്തരം ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ആക്രമണവും മറ്റൊരു ഭാഗത്ത് ചർച്ചയുമായി മുന്നോട്ട് പോയാൽ അതിൻ്റെ ബലം എന്തായിരിക്കുമെന്ന് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. എന്തായാലും ഈ ചർച്ചയിൽ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാൻ സൗഹൃദപരമായാണ് ചർച്ച മുന്നോട്ട് പോയത്. അപ്പോൾ ഇനിയൊരു പുരോഗതി ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഇനി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുള്ളൂ. ഇപ്പോഴും അമേരിക്ക വ്യക്തമാക്കുന്നത് ഇനിയും വെടിനിർത്തലിനുള്ള ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഈ പന്ത് ഇറാൻ്റെ കോർട്ടിലാണ്. അവർക്ക് ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട ഉപാധികളാണ് അവർ മുന്നോട്ട് വെച്ചത്. പിന്നീട് ഉപരോധ കരാർ, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ 3 ഉപാധികളാണ് മുന്നോട്ട് വെച്ചത്. ഇതിൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതിലാണ് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നാം പറയുമ്പോഴും ചില കപ്പലുകളെല്ലാം അവിടെ നിന്ന് കടത്തിവിട്ടിട്ടുണ്ട്. നാവിക കപ്പൽ മാത്രമാണ് ആ മേഖലയിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ പറയുന്നത്. അങ്ങനെ പല വിഷയങ്ങളിൽ, പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിൽ തട്ടിയാണ് ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചർച്ച പരാജയപ്പെട്ടപ്പോഴും ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചർച്ചയ്ക്കിടയിലും ശുഭമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ അതിൻ്റെ അവസാന തീയതിക്ക് മുൻപ് തന്നെ ഒരു പരിഹാരമുണ്ടാകുമെന്നാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്.
ശരി, വ്യക്തമാണ്. എന്തായാലും ഇസ്ലാമാബാദിലുള്ള ഇറാൻ അമേരിക്കയുടെ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 21 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങിയിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികളൊന്നും തന്നെ ഇറാൻ അംഗീകരിക്കില്ല എന്നാണ് US വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് പ്രതികരിച്ചിട്ടുള്ളത്. അനാവശ്യ ഉപാധികളാണ് അമേരിക്കയുടേതെന്നുമാണ് ഇറാൻ പ്രതികരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്താണ്.